നമസ്കാരം, എല്ലാവർക്കും മച്ചാന്ത് അഡ്ഡയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പുതിയ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. ഇപ്പൊ നമ്മളിപ്പോ കോഴിക്കോടൻ ഫുഡ്, ഇപ്പൊ മലബാറിലേക്ക് കോഴിക്കോടൻ ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. പല ഹോട്ടലിലൊക്കെ എല്ലായിടത്തും സുലഭമാണ്. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോഴിക്കോട് ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിപ്പോ നമ്മളിപ്പോ കോഴിക്കോട് നിന്നുള്ള ഒരാള് ചെയ്യുമ്പോ കുറച്ചും കൂടി ഒരു അടിപൊളിയായിരിക്കത്തില്ലേ. അപ്പൊ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് റഫീഖ്. അപ്പൊ നമുക്ക് വേണ്ടി മച്ചാന്ത് അഡ്ഡയിൽ ഇന്ന് നമുക്ക് വേണ്ടി ചെയ്യുന്നത് സ്പെഷ്യൽ ഐറ്റം ചെയ്യുന്നത് റഫീഖാണ്. അപ്പൊ നമുക്കത് കണ്ടു. വെൽക്കം ടു മച്ചാൻസ് തട്ടുകട. അപ്പോൾ നമ്മളിന്നൊരു നല്ലൊരു വിഭവം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നത് മലബാർ ചിക്കൻ ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ നമ്മുടെ കോഴിക്കോട്ടുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണിത്. ഒരു നല്ലൊരു വിഭവമാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇതിലേക്ക് പരിചയപ്പെടും. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഇത് 3 സവാള അരിഞ്ഞത്, പിന്നെ ഒരു 350 ഗ്രാം ചിക്കൻ. ഈ ചിക്കൻ മസാല ഇട്ട് വെച്ചിരിക്കുകയാണ്. ഉപ്പും മഞ്ഞളും മുളക് പൊടിയിട്ട് സാധാരണ വേവിക്കാൻ വേണ്ടി മസാല ഇടുന്ന പോലെ മസാല ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കനാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 10 മുളക് അരിഞ്ഞതാണ്. ആവശ്യമുള്ള എരിവ് അധികം ആവശ്യമുള്ളവർക്ക് കൂട്ടാം, ആ എരിവ് കുറയ്ക്കേണ്ടവർക്ക് ഇത് കുറയ്ക്കാം. ഇത് 2.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതുക്കിയതാണ്. ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് കുറച്ച് മല്ലിച്ചപ്പും. ഇത് നമുക്ക് മസാലക്ക് ആവശ്യമായ അതിൽ വറവ് കഴിക്കാനും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് 1/2 കപ്പ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പത്തിരിക്ക് ആവശ്യമായ 2 കപ്പ് ആട്ടമാവും 3 മുട്ടയുമാണിത്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. ഇത് പാനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അല്പം ഇത് ചൂടായി കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ 3 ടീസ്പൂൺ ഓയിലാണിത്. അപ്പോൾ നമ്മൾ എണ്ണ അല്പം ചൂടായതിന് ശേഷം നമ്മൾ ഈ 3 അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് വാട്ടാൻ വേണ്ടി ഇടുന്നതായിരിക്കും. സവാള നമുക്ക് വാട്ടിയെടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇതിലിടാം. അപ്പം ഉള്ളി കുറച്ച് പെട്ടെന്ന് വാട്ടി കിട്ടുന്നതായിരിക്കും. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം വാടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്ക് എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് അടി പിടിക്കാതെയും നോക്കാം. അടുത്തത് നമ്മൾ ചിക്കൻ വേവിക്കുകയാണ്. അപ്പോൾ ചിക്കനും കുറച്ച് വെള്ളവും എടുക്കുക, അതിനുശേഷം കുക്കറിലേക്ക് ഒഴിക്കുക, എന്നിട്ട് 2 വിസിൽ അടിയുന്നത് വരെ കാത്തിരിക്കുക. കാരണം ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ടാണ് അത്. ഇത് ആവശ്യത്തിന് ചിക്കനും അല്പം വെള്ളം. ഏതാണ്ട് വിസിൽ വരാറായിട്ടുണ്ട്. നമ്മളിതൊന്നും കൂടെ ഇളക്കി വെക്കുകയാണ്. ഓക്കെ, ഉള്ളി നല്ലപോലെ വാടിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാം. ഇതിന് വേണ്ടിയത് നമുക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ കറിവേപ്പില. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു 3 മിനിറ്റ് ഇത് അടച്ചു വെക്കാം.
അതിൽ ആ ഇൻഗ്രീഡിയൻസൊക്കെ നല്ലോണം ഒന്ന് ഉള്ളിയായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ ചിക്കൻ എടുക്കാം. അതിനുശേഷം നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇത് റെഡിയാക്കാം. ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ചതിച്ച് എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഉള്ളിയിലേക്ക് ആഡ് ചെയ്യാം. മസാലയ്ക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ റെഡിയാക്കാം. ഇപ്പോൾ നമ്മളെ ഉള്ളി നല്ലപോലെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ചിക്കൻ ചേർക്കാം. നമ്മൾ നല്ല നൈസാക്കിയ ചിക്കൻ അത് നമ്മൾ ഉള്ളിലേക്ക് ഇടാണ്. അത് ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിനി മസാലകൾ ചേർക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ നമ്മളിത് ചേർക്കുകയാണ്. ശേഷം നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം. കാരണം മസാല എല്ലാ സ്ഥലങ്ങളിലും നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ എരിവ് അത്യാവശ്യം നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുകയാണ്. പിന്നെ ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യത്തിന് കറക്റ്റാണെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ മസാല ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല സ്മെല്ലും ഇതൊക്കെ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് വാടിയിട്ടുണ്ട്. പിന്നെ ചിക്കനും നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ് ചേർക്കാം. നമ്മൾ ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് തീ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇളക്കുക. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റോളം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അല്പം നേരം അടച്ചു വെക്കാം. അപ്പോൾ ഒന്നുകൂടെ കറക്റ്റ് തിക്കാവും. പത്തിരിക്ക് വേണ്ടി ഇത് റെഡിയാക്കി വെക്കാം. ആവശ്യത്തിന് ഉപ്പ്, അതായത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇതിലിടാം. പിന്നെ മാവിൽ ആവശ്യത്തിന് വെള്ളം, പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പരത്താൻ വേണ്ടി ആവശ്യമായ രീതിയിൽ നമുക്കത് റെഡിയാക്കി വെക്കാം. ഇപ്പോൾ വെള്ളം പാരുക. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. അപ്പോൾ മാവിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇത് മാവ് നമുക്ക് കറക്റ്റായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ദോശ പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നത്. ഇതുമലാണ്. അപ്പോൾ നമ്മളെ ഇറച്ചി ചട്ടിപ്പത്തിരിക്ക് ഒരു 10 ലെയറോളം പത്തിരി ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു 10 നമ്മൾ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 3 മുട്ട എടുക്കാം.
കുരുമുളകാണ് എടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ അല്പം ഉപ്പും നമ്മൾ ചേർക്കാം. അല്പം ഉപ്പും ചേർക്കുകയാണ്. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ പത്തിരിയുടെ ലെയർ നല്ലപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പത്തിരി മുക്കിയെടുക്കുകയാണ് ചെയ്യുക. എല്ലാം റെഡിയായി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പത്തിരി ഉണ്ട്, പിന്നെ നമ്മുടെ മസാല റെഡിയാണ്. ലെയറായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മുട്ടയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഫ്രൈ പാൻ, അതായത് പത്തിരിക്ക് വലിപ്പത്തിനനുസരിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഫ്രൈ പാൻ എടുക്കാം. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ തീ വെക്കാം. അതിനുശേഷം സ്പൂൺ, അതായത് കറക്റ്റ് 1 ടീസ്പൂൺ ഓയിൽ നമ്മൾ ഒഴിക്കുകയാണ്. കാരണം അടിയിൽ പിടിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതൊന്ന് നല്ലപോലെ ചുഴറ്റാം. നമുക്കിനി നമ്മുടെ ചട്ടിപ്പത്തിരി ലെയറായിട്ട് വെക്കാം. ആദ്യം ഒരു പത്തിരി എടുക്കുകയാണ്. പത്തിരി എടുക്കുക. നമ്മൾ പത്തിരി എടുത്ത ശേഷം ഈ നമ്മുടെ മുട്ടയിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുകയാണ് നമ്മുടെ മുട്ടയിൽ. അതിനുശേഷം ഫ്രൈ പാനിലിടാം. ഓക്കെ, പിന്നെ നമ്മൾ ഫസ്റ്റ് ലെയറിലേക്ക് ആവശ്യമായ മസാല അത് നമുക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള മസാല നല്ല ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ വെക്കാം. നമുക്ക് അടുത്ത പത്തിരിയും അതുപോലെ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാം. ശേഷം മുകളിൽ അടുത്ത ലെയറായിട്ട് വെക്കാം. ഇതുപോലെ നമ്മൾ മസാല ചേർക്കാം. ആവശ്യത്തിന് മസാല, നിങ്ങൾക്ക് എത്ര ലെയർ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മസാല ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് 8 ലെയറാണ്. 8 ലെയർ പത്തിരിയാണ്. അപ്പോൾ രണ്ടാമത്തെ ലെയറിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലെയർ ആക്കുന്ന സമയത്ത് ഫ്ലെയിം വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അവസാനത്തെ ലെയർ വെക്കുകയാണ്. അപ്പോൾ 8ാമത്തെ ലെയറിലാണ് ഇതുള്ളത്. അതിന് വേണ്ട മസാലകളും നമ്മൾ ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ 8ാമത്തെ ലെയറിലേക്കുള്ള മസാലകളും എല്ലാം നല്ലോണം ഫില്ല് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ 8ാമത്തെ ലെയർ വെക്കാവുന്നതാണ്. ശേഷം നല്ലോണം പിടിച്ച ശേഷം നമുക്കിത് മറച്ചിടാം. ഓക്കെ, നമ്മള് ചട്ടിപ്പത്തിരി ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ സ്വാദിഷ്ടമായ നമ്മളെ മലബാർ ചിക്കൻ ചട്ടിപ്പത്തിരിയാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ പിന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടും എന്തെങ്കിലും ഉള്ളപ്പോഴൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വാദിഷ്ടമായ വിഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിനി
ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ഇത് മറച്ചിടാം. അപ്പോൾ മറച്ചിടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരു നോർമലി ഒരു പ്ലേറ്റ് എടുക്കുക, വളരെ എളുപ്പത്തിൽ, കാരണം പൊട്ടിപ്പോവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്ത ശേഷം നമ്മൾ ഇത് അടച്ചു വെക്കുക, എന്നിട്ട് മറച്ചിടാം. കണ്ടില്ലേ, എല്ലാ സൈഡും നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറിച്ച് ഇതിലേക്ക് തന്നെ വെക്കാം. അപ്പോൾ നമ്മളിത് കറക്റ്റ് നല്ല രീതിയിൽ മറച്ച് വെച്ചിരിക്കുകയാണ്. ഒന്നും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല, കാരണം നമ്മൾ അതിനാണ് ആ പ്ലേറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ചട്ടിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അല്പം നേരം വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്, കാരണം റെഡി ആയിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ചൂടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ചട്ടിപ്പത്തിൽ. Dinare